2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള LDF സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. UDFിൻ്റെ 2 സിറ്റിംഗ് MLAമാർ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്വന്തം ഭൂരിപക്ഷത്തിൻ്റെ റെക്കോർഡ് മറികടക്കുവാനുള്ള സാധ്യതയാണ് അത്. ശക്തമായ ത്രികോണ മത്സരത്തിന് ഈ മണ്ഡലങ്ങളിൽ സാധ്യതയില്ലാത്തതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇതിൽ ഒന്നാമത്തെ നിയോജക മണ്ഡലം കോട്ടയം നിയോജക മണ്ഡലമാണെങ്കിൽ രണ്ടാമത്തേത് കടുത്തുരുത്തി നിയോജക മണ്ഡലമാണ്. നമുക്കറിയാം 2011 മുതൽ തുടർച്ചയായ 3 വട്ടവും കോട്ടയം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയിട്ടുള്ളതും സിറ്റിംഗ് MLA ആയിട്ടുള്ളതും മുൻ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവും ഇപ്പോൾ KPCC അച്ചടക്ക സമിതിയുടെ അധ്യക്ഷ പദവിയും വഹിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരെ മത്സരത്തിനിറങ്ങിയ അഡ്വക്കേറ്റ് അനിൽകുമാർ എന്ന CPMൻ്റെ സംസ്ഥാന സമിതി അംഗം തന്നെയാണ് 2026 LDFിന് വേണ്ടി തിരുവഞ്ചൂരിനെതിരെ കളത്തിലിറങ്ങുന്നത്. 2016 ഭൂരിപക്ഷവുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഏറെക്കുറെ തിരുവഞ്ചൂരിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു 40% ഇടിവുണ്ടാക്കുവാൻ അഡ്വക്കേറ്റ് അനിൽകുമാറിന് 2021 സാധിച്ചിരുന്നു. 2016 30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ തിരുവഞ്ചൂർ 2021 18,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു അനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത്. തിരുവഞ്ചൂരിൻ്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിച്ചു എന്ന ആത്മവിശ്വാസത്തിൽ 2026 വിജയിക്കാമെന്നുള്ള ഒരു അവകാശവാദവുമായി കഴിഞ്ഞ 5 വർഷവും കോട്ടയത്ത് കളം നിറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അനിൽകുമാറിനെയും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അനിൽകുമാർ എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതിച്ഛായയിലുണ്ടായിട്ടുള്ള ഇടിവ് ഇത്തവണ തിരുവഞ്ചൂരിന് റെക്കോർഡ് ഭൂരിപക്ഷം സമ്മാനിക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ വിലയിരുത്തുവാൻ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ചാനൽ ചർച്ചകളിൽ CPMന് വേണ്ടി ഏറ്റവും അബദ്ധചടിലമായ ന്യായീകരണ ക്യാപ്സൂളുകൾ വിളമ്പി കേരള ജനതയുടെ ഒന്നാകെ വെറുപ്പ് സമ്പാദിക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അനിൽകുമാർ. അത്രമാത്രം അന്ധമായി CPMനെ ന്യായീകരിക്കുന്ന, CPMൻ്റെ സകല കൊള്ളരുതായ്മകളെയും ന്യായീകരിക്കുന്ന എതിർ പാനലിസ്റ്റുകളോടും മെക്കിട്ട് കയറുന്ന അനിൽകുമാറിനെ പലവട്ടം കേരളം മുഴുവൻ ചാനൽ ക്യാമറകളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുന്ന അനിൽകുമാറിനെ ഒരു കോമാളിയായിട്ടാണ് വോട്ടർമാർ കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് തിരുവഞ്ചൂരിന് റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും 2026 കിട്ടുക എന്നൊരു വിലയിരുത്തലിലേക്ക് ഞങ്ങൾ പ്രാഥമികമായി എത്തുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെമ്പാടും അലയടിക്കുന്ന ഒരു UDF തരംഗവും UDF അധികാരത്തിലെത്തിയാൽ തിരുവഞ്ചൂർ മന്ത്രിയാകുവാനുള്ള വലിയ സാധ്യതകൾ നിലനിൽക്കുന്നതും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ കോട്ടയത്തിന് വൻ വികസന കുതിപ്പുറപ്പാക്കുവാൻ തിരുവഞ്ചൂരിന് സാധിക്കുമെന്നുള്ളതും കൂടി കണക്കിലെടുക്കുമ്പോൾ 30,000 എന്ന റെക്കോർഡ് ഭൂരിപക്ഷം അല്ലെങ്കിൽ സ്വന്തം റെക്കോർഡ് തിരുത്തി അത് 40,000-ലേക്ക് എത്തിക്കുവാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സാധിക്കുവാനുള്ള സാഹചര്യങ്ങൾ സജീവമാണ്. CPMൻ്റെ അടിസ്ഥാന വോട്ടർമാർ പോലും അനിൽകുമാറിനെ കൈവിടുമെന്നാണ് ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത്രമാത്രം തണുത്ത പ്രതികരണമാണ് അനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോട് കോട്ടയം ജില്ലയിലെ CPM കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് കോട്ടയം ജില്ലയിൽ സ്വന്തം റെക്കോർഡ് ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് തിരുത്തുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ മണ്ഡലമായ കടുത്തുരുത്തിയിലേക്ക് എത്തിയാൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഉടമ തന്നെ മോൻസ് ജോസഫ് എന്ന കടുത്തുരുത്തിയുടെ സിറ്റിംഗ് MLAയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനുമായിട്ടുള്ള വ്യക്തിയാണ്. 2016 തെരഞ്ഞെടുപ്പിൽ LDFിന് വേണ്ടി സ്കറിയ തോമസ് മത്സരത്തിനിറങ്ങിയപ്പോഴാണ് 42,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് നേടിക്കൊണ്ട് മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ നിന്ന് വിജയിച്ചു കയറിയത്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തി മുൻ MLAയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവും പരമ്പരാഗത വൈദ്യുതിയുമായ സ്റ്റീഫൻ ജോർജ് കളത്തിലിറങ്ങിയപ്പോൾ മോൻസിൻ്റെ ഭൂരിപക്ഷം 3,000-ൽ പരം വോട്ടുകളിലേക്ക് താഴുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ LDF സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള പാലാക്കാരിയായിട്ടുള്ള നിർമ്മല ജിമ്മിയെയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലെങ്കിലും മാണി സാറിനെയും ജോസ് കെ മാണിയെയും ഒരുപോലെ മണിയടിച്ച് 2 വട്ടം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിൽ എത്തിയിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് നിർമ്മല ജിമ്മി. എന്നാൽ നിർമ്മല ജിമ്മിയുടെ ഭരണനേട്ടം എന്ന് പറയാവുന്നത് അവരുടെ കുടുംബക്കാർക്ക് മാത്രമാണെന്നും അവർക്ക് വാഹനത്തിൽ ചുവന്ന ബോർഡ് വെച്ച് കറങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കി എന്നുള്ളതുമാണ്. ചില സാമുദായിക സാഹചര്യങ്ങളടക്കം കണക്കിലെടുത്തുകൊണ്ട് നിർമ്മല ജിമ്മിയെ ഒരു നേർച്ചക്കോഴിയായി കടുത്തുരുത്തിയിൽ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് പാലായിൽ നേട്ടം കുവിയുവാനുള്ള ജോസ് കെ മാണിയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടി
കൂടിയാണ്. കടുത്തുരുത്തിയിലെ ഇവരുടെ സ്ഥാനാർത്ഥിത്വം എന്ന വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള ഒരു പിടി നേതാക്കളെ അവഗണിച്ചുകൊണ്ടാണ് പാലായിൽ നിന്ന് നിർമ്മല ജിമ്മിയെ കടുത്തുരുത്തിയിലേക്ക് ജോസ് കെ മാണി കെട്ടിയിറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സ്വാഭാവികമായ പ്രതിഷേധം സക്രിയാസ് കുതിരവേലിയിൽ നിന്നും, ജോസ് പുത്തങ്കാലായിൽ നിന്നും, PM മാത്യുവിൽ നിന്നും, സിന്ധുമോൾ ജേക്കബിൽ നിന്നും ഉണ്ടായാൽ കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ പോലും നിർമ്മല ജിമ്മിക്ക് നഷ്ടമാകുമെന്ന വിലയിരുത്തലിലേക്കാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ എത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള കൃത്യമായ സൂചനകളും രാഷ്ട്രീയ വൃത്തങ്ങൾക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അതിനാൽ തന്നെ നിർമ്മല ജിമ്മിയുടെ സ്ഥാനാർത്ഥിത്വം മോൻസ് ജോസഫിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷം ഉറപ്പാക്കുക തന്നെ ചെയ്യുമെന്നും പറയുവാൻ സാധിക്കും. ഇങ്ങനെ കണക്കിലെടുക്കുമ്പോൾ സ്വന്തം റെക്കോർഡായ 42,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന കണക്ക് ഇത്തവണ മറികടക്കുവാനുള്ള സാഹചര്യവും മോൻസിന് മുന്നിൽ ഒരുങ്ങുന്നുണ്ട്. തിരുവഞ്ചൂരിനെ പോലെ തന്നെ PJ ജോസഫ് മത്സരിക്കാത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF അധികാരത്തിലെത്തിയാൽ ഉറപ്പായും മന്ത്രിപദവി ലഭിക്കുവാൻ പോകുന്ന ഒരു നേതാവ് കൂടിയാണ് മോൻസ് ജോസഫ്. അതിനാൽ തന്നെ മോൻസ് ജോസഫിൻ്റെ ഭൂരിപക്ഷത്തിൽ വലിയൊരു കുതിപ്പുണ്ടാക്കുവാൻ നിർമ്മല ജിമ്മിയുടെ സ്ഥാനാർത്ഥിത്വം സഹായകരമാകും എന്ന വിലയിരുത്തലിലേക്കും UDF കേന്ദ്രങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ കടുത്തുരുത്തിയിൽ നിലനിന്നിരുന്നു. എന്നാൽ ഇത്തവണ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും മോൻസ് ജോസഫിന് സാധിച്ചിട്ടുണ്ട്. 2021 മോൻസ് ജോസഫിൻ്റെ ഭൂരിപക്ഷം 3000-ൽ പരം വോട്ടുകളായിരുന്നുവെങ്കിൽ 2024 തിരഞ്ഞെടുപ്പിൽ ക്നാനായ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ക്നാനായക്കാരനായിട്ടുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനെ 12,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പിന്നിലാക്കിക്കൊണ്ടാണ് അന്ന് കോട്ടയം MP ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു കയറിയത്. മോൻസ് ജോസഫിന് ഫ്രാൻസിസ് ജോർജിനോട് എതിർപ്പുണ്ടെന്നും ഫ്രാൻസിസ് ജോർജിനെ കാലുവാരുമെന്നുമെല്ലാമുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കേന്ദ്രങ്ങളുടെ പ്രചരണങ്ങൾക്കുള്ള ചുട്ട മറുപടിയായി കൂടി കടുത്തുരുത്തിയിലെ ഫ്രാൻസിസ് ജോർജിൻ്റെ ഭൂരിപക്ഷത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മോൻസ് ജോസഫും ദുർബലരായിട്ടുള്ള, പരിഹാസ്യരായിട്ടുള്ള, കെട്ടിയിറക്ക് സ്ഥാനാർത്ഥിയായിട്ടുള്ള എതിരാളികളുടെ സാന്നിധ്യത്തിൻ്റെ ആനുകൂല്യത്തിൽ സ്വന്തം ഭൂരിപക്ഷത്തിൻ്റെ റെക്കോർഡുകൾ ഇത്തവണ തകർത്തെറിഞ്ഞുകൊണ്ട് പുതിയ ചരിത്രം കുറിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ UDFന് ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിക്കുവാനിടയുള്ള മറ്റൊരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് പുതുപ്പള്ളിയാണ്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MLAയും ഉമ്മൻചാണ്ടിയുടെ മകനുമായിട്ടുള്ള ചാണ്ടി ഉമ്മൻ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത്. എന്നാൽ ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ദുർബലനായിട്ടുള്ള CPM സ്ഥാനാർത്ഥി എന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന ജെയ്ക്സി തോമസിനുണ്ടായിട്ടുള്ള പരാജയത്തിൻ്റെ കണക്കുകൾ ഇത്തവണ മറികടക്കുവാൻ ചാണ്ടിക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ജെയ്ക്കിനെ പോലെ നാട്ടുകാരെ വെറുപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല ചാണ്ടിയുടെ എതിരാളി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. എന്നിരുന്നാലും കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിക്കുവാനിടയുള്ള ഒരു UDF സ്ഥാനാർത്ഥി ഈ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മനാണ് എന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഈ 3 സിറ്റിംഗ് മണ്ഡലങ്ങൾക്ക് പുറമെ കോട്ടയം ജില്ലയിലെ UDFൻ്റെ സിറ്റിംഗ് സീറ്റായ പാലായിലും ഇത്തവണ UDFന് കൃത്യമായ ആധിപത്യമുണ്ട്. ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയുടെ കടന്നുവരവ് പാലായിലെ വോട്ടർമാർക്കിടയിൽ യാതൊരു ചലനവും സൃഷ്ടിച്ചിട്ടില്ല എന്നത് പാലായിലെ കേരള കോൺഗ്രസിൻ്റെയും ഇടതുമുന്നണിയുടെയും കേന്ദ്രങ്ങളിൽ പരക്കുന്ന മ്ലാനതയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും ഷോൺ ജോർജിൻ്റെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സാന്നിധ്യം ഇവിടെ ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി പ്രചരണത്തിലെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. അങ്ങനെ പരിഗണിക്കുമ്പോൾ പോലും ഈ ഘട്ടത്തിലും 60% വോട്ടർമാർ മാണി സി കാപ്പനും UDFനുമൊപ്പം അടിയുറച്ച് നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അടിസ്ഥാനപരമായി UDFന് വലിയ ആധിപത്യമുള്ള നിയോജക മണ്ഡലമായിട്ടുള്ള പാലായിൽ ഷോൺ ജോർജ് എത്രയൊക്കെ വോട്ടുകൾ ഭിന്നിപ്പിച്ചാലും വളരെ ആധികാരികമായൊരു ഭൂരിപക്ഷത്തോടുകൂടി UDF പ്രതിനിധിയായ മാണി സി കാപ്പൻ വിജയിച്ചു കയറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. UDF അധികാരത്തിലെത്തിയാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മോൻസ് ജോസഫിനും പുറമെ കോട്ടയം ജില്ലയ്ക്ക് ലഭിക്കുവാൻ പോകുന്ന 3ാമത്തെ മന്ത്രി കാപ്പനായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ പാലാ ഇക്കുറി ഒരു ഭരണപക്ഷ MLAയെയും മന്ത്രിയെയും തന്നെ തിരഞ്ഞെടുക്കും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.